ഷാജഹാൻ, അത്തോളിയിലും മറ്റും വോട്ടിംഗ് യന്ത്രം തകരാറിലായതായുള്ള വിവരങ്ങൾ കേൾക്കുന്നുണ്ട്. എന്താണ് ഈ 4 ജില്ലകളിൽ നിന്നും ഷാജഹാന് ലഭിക്കുന്ന വിവരം? സുജിയ, 10-ലധികം കേന്ദ്രങ്ങളിൽ പോളിംഗ് ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രം തകരാറായി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. മലപ്പുറം അങ്ങാടിപ്പുറം തരകൻ സ്കൂളിലെ 2-ാം ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറായി. കോഴിക്കോട് കക്കയം ബൂത്തിലെ 3 പോളിംഗ് യന്ത്രങ്ങൾക്ക് തകരാറുണ്ടായിരുന്നു. അത് പരിഹരിച്ചു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കോഴിക്കോട് നഗരപരിസരത്തെ കക്കോടി യു.പി. സ്കൂളിൽ യന്ത്ര തകരാറുണ്ടായി. കക്കോടിയിലെ 7-ാം വാർഡിലാണ് കക്കോടി പഞ്ചായത്തിലെ 7-ാം വാർഡിലാണ് തകരാറുണ്ടായത്. മലപ്പുറം പാണ്ടിക്കാട് പഞ്ചായത്ത് വാർഡ് 17 പാണ്ടിക്കാട് പഞ്ചായത്തിലെ 17-ാം വാർഡിൽ ഇത്തരത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒട്ടേറെ സ്ഥലങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ വരുന്നുണ്ട്. ഉള്ളിയേരിയിലെ പെരുവത്തക്കടവ് വാർഡിലും ഇത്തരത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എടവണ്ണ MLA ആയ PK ബഷീർ വോട്ട് ചെയ്യാനെത്തിയ അദ്ദേഹത്തിൻ്റെ വാർഡായ എടവണ്ണ 12-ാം വാർഡിൽ 1-ാം ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറായിരിക്കുന്നു. അത്തോളി മുടക്കല്ലൂർ, ഇപ്പോൾ സുരേന്ദ്രൻ വോട്ട് ചെയ്യാനെത്തുന്ന സ്കൂളാണ്. അത്തോളി മുടക്കല്ലൂർ AUP സ്കൂളിൽ വോട്ടിംഗ് യന്ത്രം തകരാറായിട്ടുണ്ട്. 1-ാം നമ്പർ ബൂത്തിലാണ് യന്ത്ര തകരാർ ഉണ്ടായിരിക്കുന്നത്. ഇവിടെയും പോളിംഗ് തടസ്സപ്പെട്ടിരിക്കുകയാണ്. മലപ്പുറം 15-ാം വാർഡ് സെൻറ് ജമ്മാസ് സ്കൂളിലെ, അതായത് മലപ്പുറം നഗരത്തിലെ കോട്ടക്കുന്നിനോട് ചേർന്നുള്ള സ്കൂളാണ് മലപ്പുറം 15-ാം വാർഡ് സെൻറ് ജമ്മാസ് സ്കൂൾ, മലപ്പുറം നഗരസഭയിലെ. അവിടെയും പോളിംഗ് യന്ത്രം തകരാറിലാണ്. ഇതുവരെ പോളിംഗ് തുടങ്ങാനായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മലപ്പുറത്തെ ചെറുകാവ് പഞ്ചായത്ത് കുഴിയേടം വാർഡിൽ നിയമസഭ മദ്രസയിൽ ഹസ്നിയ മദ്രസ എന്നാണ് ഈ പോളിംഗ് ബൂത്തിൻ്റെ പേര്. അവിടെയും യന്ത്രം തകരാറായിട്ടുണ്ട്. ഉള്ളിയേരി പെരുവത്തക്കടവ് ഞാൻ നേരത്തെ പറഞ്ഞ അവിടെയും ഉള്ളിയേരി പഞ്ചായത്തിലാണ്. അവിടെ വോട്ടിംഗ് യന്ത്രം തകരാറിലാണ്. മലപ്പുറം കരുവാരക്കുണ്ട് കിഴക്കേത്തല വാർഡിൽ 2-ാം ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറാണ്. ഏതാണ്ട് 15ഓളം കേന്ദ്രങ്ങളിൽ ഇതിനകം തന്നെ ഇത്തരത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറായി എന്നുള്ള വിവരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 3 കേന്ദ്രങ്ങളിൽ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ നാടായ ചോമ്പാലയിൽ വോട്ട് ചെയ്യാനെത്തിയതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ഏതായാലും ഇപ്പോൾ കൂടുതൽ കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് യന്ത്രം തകരാറായി എന്നുള്ളൊരു പരാതി വരുന്നുണ്ട്. ഇതിനകം വോട്ടിംഗ് തുടങ്ങാനായത് ഔദ്യോഗിക കണക്കുകളനുസരിച്ച് 83% ബൂത്തുകളിൽ മാത്രമാണ്. അതായത് 17% പോളിംഗ് ബൂത്തുകളിൽ സാങ്കേതികമായ തകരാറുണ്ട് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുജയ. Download Moj.